പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ത്രിഗ്രഹ യോഗങ്ങളാണ്. ത്രിഗ്രഹ യോഗങ്ങളിൽ അടുത്തത് ബുധനുണ്ടാക്കുന്ന യോഗങ്ങളാണ്. ആ ബുധൻ വ്യാഴവും ശുക്രനുമായി ചേർന്നുണ്ടാക്കുന്ന ഒരു യോഗം. 3 ശുഭഗ്രഹങ്ങളുടെ യോഗമാണ് ഈ ത്രിഗ്രഹ യോഗത്തിൽ വരുന്നത്. അതിനാൽ ഈ യോഗത്തിന് എന്തായാലും മേന്മയുണ്ടാകുമെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയുക. 3 ശുഭഗ്രഹങ്ങളാണ് ബുധനും വ്യാഴവും ശുക്രനും. ഈ 3 ഗ്രഹങ്ങളും ബലത്തോടു കൂടി നിൽക്കുകയാണെങ്കിൽ വലിയ നന്മകൾ നമുക്ക് പറയണം. ഇവിടെ എന്താണ് ആചാര്യൻ കല്യാണവർമാവ് ഈ ഗ്രഹങ്ങളുടെ യോഗത്തിലൂടെ നമ്മുടെ മുന്നിൽ ഈ യോഗം അവതരിപ്പിക്കുന്നത്? ഇതിൻ്റെ അന്തരാർത്ഥങ്ങൾ എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാം. സുതനു ക്ഷപിതാരിഗണോ നൃപതി സുഭഗ തഥാ വിപുലകീർത്തി ബുധഗുരു ശുക്രൈ സഹിതൈ ഭവതി നര സത്യവചനശ്ച. ഒരു നല്ല ത്രിഗ്രഹ യോഗമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇതിൻ്റെ അർത്ഥത്തിലേക്ക് നമുക്ക് കടക്കാം. ശ്രദ്ധിക്കുക. സുതനുഹു ശോഭനം തനുഹു യസ്യ സഹ. നല്ല മനോഹരമായ ആരോഗ്യമുള്ള ഹെൽത്തി ബോഡി ഉള്ള വ്യക്തിയായിരിക്കും ഈ 3 ഗ്രഹങ്ങളും ഒന്നിച്ച് വന്നാൽ. പിന്നെയോ ക്ഷപിതാരി ഗണഹ, അരിഗണങ്ങളെ ശത്രുഗണത്തെ ക്ഷപിതനാക്കുക, ഛിന്ന ഭിന്നമാക്കും ഇദ്ദേഹം. തൻ്റെ ശത്രുക്കളെ മുഴുവൻ ഉന്മൂലനം കട്ട് ചെയ്യുന്ന വ്യക്തിയായിരിക്കും. സുഭഗഹ, നല്ല സൗഭാഗ്യത്തോടു കൂടിയിരിക്കും. നൃപതി, രാജാവോ രാജതുല്യനോ ആയിരിക്കും ഇദ്ദേഹം. അതിനാൽ അധികാര കേന്ദ്രങ്ങളിൽ ഇദ്ദേഹത്തിന് അങ്ങേയറ്റം ശക്തി ഉണ്ടാകുമെന്ന് അർത്ഥം. വിപുലകീർത്തി, വളരെ വിപുലമായ വൈപുല്യമായ കീർത്തിയോടുകൂടിയ ആളാണ്. ഇദ്ദേഹത്തിൻ്റെ കഴിവിൽ ഇദ്ദേഹത്തിന് വളരെയധികം കീർത്തിചക്രങ്ങളൊക്കെ കിട്ടും എന്ന് സാരം. അതിനാൽ ഏത് രംഗത്തും ശോഭിക്കുക, അതിലൂടെ വലിയ പദവി പ്രമാണങ്ങളൊക്കെ നേടുക, രാജതുല്യനായ മനുഷ്യനായി മാറുക, സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കുക എന്നൊക്കെയാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥമെന്ന് മനസ്സിലാക്കുക. ഭവതി നരഹ സത്യവചന, ഈ സത്യത്തെയും ധർമ്മത്തെയും മുറുകെ പിടിക്കുന്ന വ്യക്തിയായിരിക്കും. അതിനാൽ സത്യശീലനായിരിക്കാം. പലപ്പോഴും ഇദ്ദേഹത്തിന് ആദരവ് ലഭിക്കുക അപ്രകാരമായിരിക്കാം. ഇദ്ദേഹം സമൂഹത്തിൽ, രാഷ്ട്രീയത്തിലായാലും മറ്റ് കർമ്മ മേഖലയിലായാലും വലിയ പദവിയിലും പൊസിഷനിലായാലും ഈ സത്യത്തെ ചേർത്ത് പിടിക്കുന്ന വ്യക്തി എന്നൊരു പേരുണ്ടാകാം. തൻ്റെ വെള്ള കുപ്പായത്തിന് കറ പുരളാത്ത, മഷി പുരളാത്ത ഒരു വ്യക്തിത്വമായി അദ്ദേഹത്തിന് സമാജത്തിൽ, സമൂഹത്തിൽ ശോഭിക്കുവാൻ കഴിയും എന്നൊരു പ്രത്യേകതയാണ് ഈ 3 ശുഭഗ്രഹങ്ങളുടെ യോഗത്തിലൂടെ ആചാര്യൻ സമർത്ഥിക്കുന്നത്. നമസ്തേ.